അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സാംസങ് ഗാലക്സി M52 കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ഈ സ്മാർട്ട് ഫോണിന്റെ ലീക്സ് ആൻഡ് റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ M51 എന്ന് പറഞ്ഞ ഫോണിന്റെ ഒരു ചേട്ടന്റെ എഡിഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. M52 അല്ലെങ്കിൽ സക്സസ് എഡിഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. M52 ഒക്കെ. അപ്പോൾ M51 ഒരു നല്ല ഫോണാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓൾറൗണ്ടർ ഫോണാണ്, ഒരു ഡീസന്റ് സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇപ്പം നിങ്ങൾ കുറച്ചാൾ മുമ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സാംസങ്ങിന്റെ J സീരീസ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സാംസങ് നമുക്ക് പറയാൻ പറ്റും മിഡ് റേഞ്ചിലും ബഡ്ജറ്റിലും നല്ല ഫോൺസ് ഒന്നും പണ്ട് ഇറക്കുന്നില്ലായിരുന്നു. പക്ഷേ ഫ്ലാഗ്ഷിപ്പിലൊക്കെ അവർ നല്ല ഫോൺസ് ഒക്കെ ഇറക്കുമായിരുന്നു. ആ ഒരു റീസൺ കാരണം അവർക്ക് ബ്രാൻഡ് വാല്യൂ ഒക്കെ കിട്ടി. പക്ഷേ M സീരീസ് വന്നതോടെ A സീരീസ് വന്നതോടെ അവരുടെ ഫോൺസ് ഒക്കെ ബെറ്റർ ആവാൻ തുടങ്ങി മിഡ് റേഞ്ചിലൊക്കെ. ഇപ്പോൾ M51 എന്ന് പറഞ്ഞ ഫോൺ നമുക്ക് പറയാൻ പറ്റും നല്ല സ്മാർട്ട് ഫോൺ തന്നെയാണ്, സ്പെഷ്യലി ആ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ. ഇപ്പോൾ M52യുടെ ലീക്സ് ആൻഡ് റൂമേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്പ്ലേന്ന് തന്നെ തുടങ്ങാം. ഡിസ്പ്ലേയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതിനകത്ത് നിങ്ങൾക്ക് 6.7 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന സാംസങ്ങിന്റെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടൊരു ഇതൊക്കെ ഉണ്ട് ഈ സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേക്കകത്ത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നല്ല കോൺട്രാസ്റ്റും ഇതൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ഡിസ്പ്ലേ തന്നെയാണ്, നമുക്ക് പറയാൻ പറ്റും ഫുൾ HD തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇപ്രാവശ്യവും നിങ്ങൾക്ക് 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉള്ള സ്ക്രീൻ ആയിട്ടായിരിക്കും ഈ ഫോൺ വരാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ M51 90 ഹെർട്സ് ആയിരുന്നു, ഇപ്പോഴും 90 ഹെർട്സ് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയായിരിക്കും ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ. ഇപ്പോഴും നമുക്ക് സ്ട്രോങ് ലീക്സ് ഒന്നും വന്നിട്ടില്ല ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ സ്പെസിഫിക്കേഷനെ പറ്റി. പക്ഷേ ഉറപ്പിച്ച സംഭവം എന്ന് വെച്ചാൽ ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ സൈസ് 6.7 ഇഞ്ച് ആയിരിക്കും. പിന്നെ 90 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉള്ള സ്ക്രീൻ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. 120 ഹെർട്സ് ഒന്നും ഇല്ലായിരിക്കും. അപ്പോൾ നേരത്തെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ M സീരീസും A സീരീസ് ഫോണാണ് 60 ഹെർട്സ് ആയിരുന്നു. അപ്പോൾ പതുക്കെ അവർ 90 120 ഹെർട്സിലോട്ട് പോകാൻ അവർക്ക് പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേക്കകത്ത്. അപ്പോൾ ഡിസ്പ്ലേ സാംസങ്ങിന്റെ ആയതുകൊണ്ട് നല്ല ഡിസ്പ്ലേ തന്നെയാണ് ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മറ്റേ സ്മാർട്ട് ഫോൺസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളത് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും ഇപ്രാവശ്യത്തെ M52 ഫോണിനകത്ത് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബാഗ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പക്ഷേ മാറ്റ് ഫിനിഷിലൂടെ ആയിരിക്കും ഈ സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. ആ ഒരു സംഭവം നമുക്ക് പറയാൻ പറ്റും കൺഫേം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ സാംസങ് യൂസ് ചെയ്തിരിക്കുന്ന A സീരീസ് ഫോൺസ് ആയിക്കോട്ടെ, M സീരീസ് ഫോൺ ആയിക്കോട്ടെ, F സീരീസ് ഫോൺ ആയിക്കോട്ടെ, അതിനകത്തൊക്കെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബാഗാണ് കിട്ടുന്നത്. പിന്നെ S20 വരെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബാഗാണ്. S20 പ്ലസും അൾട്രയ്ക്കകത്ത് നിങ്ങൾക്ക് ഗ്ലാസ് ബാഗ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് പറയാൻ പറ്റും കൺഫേം തന്നെയാണ്. പക്ഷെ വേറെ സംഭവം ഡിസൈനകത്താണ്. ഡിസൈൻ ഇതുവരെ ഒന്നും ലീക്കൊന്നും ആയിട്ടില്ല എന്താ ഒന്ന് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസൈനൊക്കെ. അപ്പോൾ A52 പോലൊക്കെ ആവുമെന്നൊക്കെ പറയുന്നുണ്ട് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസൈനൊക്കെ. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം കൺഫേം ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചിലെ ഫോൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്ക് കിട്ടും. അപ്പോൾ വേറൊരു ഡൗൺ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് മോണോ സ്പീക്കറിലൂടെ ആയിരിക്കും ഈ സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ബാക്കിൽ 4 ക്യാമറാസ് ആണ് കിട്ടാൻ പോകുന്നത്. ഫ്രണ്ടിൽ ഒരു ക്യാമറയാണ്. അപ്പോൾ ക്യാമറാസിനെ പറ്റി പറയുകയാണെങ്കിൽ 4 ക്യാമറനകത്ത് ഫസ്റ്റ് മെയിൻ ക്യാമറ 64 മെഗാ പിക്സലാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ക്യാമറ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ ആണ്. പിന്നെ ഡെപ്ത് ക്യാമറ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് 2 മെഗാ പിക്സൽ, മാക്രോ ക്യാമറ 2 മെഗാ പിക്സൽ കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലാവുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാംസങ്ങിന്റെ നിങ്ങൾക്കറിയാം ക്യാമറാസ് ഒക്കെ നല്ല തന്നെയാണ്. പിന്നെ അവരുടെ കുറച്ചൊക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന ഫോട്ടോസും കൂടി കുറഞ്ഞിരിക്കും, അതിന്റെ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ. പക്ഷേ ഓവറോൾ നല്ല ആക്യുറേറ്റ് റിസൾട്ട്സോടെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസ് ഒക്കെ. അപ്പോൾ ഇതും നമുക്ക് പറയാൻ പറ്റും നല്ല ഫോൺ തന്നെയായിരിക്കും. ക്യാമറാസിനകത്തും ക്യാമറ ഡിപ്പാർട്ട്മെന്റിനകത്തും ഇത് നല്ലോണം പെർഫോം ചെയ്യുന്നു തോന്നുന്നു. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സാധാരണ ഒരു സാംസങ് ഫോൺ മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എക്സിനോസ് ചിപ്സെറ്റ് കിട്ടുവാണെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സാംസങ് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സിനോസിന്റെ ചിപ്സെറ്റും കൂടെയാണ്. പക്ഷെ അതേസമയം നിങ്ങൾ സാംസങ് ഫോൺ യൂസ് ചെയ്യാണ് സ്നാപ്ഡ്രാഗണിന്റെ ചിപ്സെറ്റും കൂടെ ആണെങ്കിൽ നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തന്നെയല്ല നിങ്ങൾ റീസെന്റ് പല സ്മാർട്ട് ഫോണിനകത്തൊക്കെ കണ്ടു കാണായിരിക്കും. ഇന്ന സ്മാർട്ട് ഫോണത് സ്നാപ്ഡ്രാഗൺ 720G ആണ്, 730G ആണ്. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടായിരിക്കും. പിന്നെ M51 അവർ യൂസ് ചെയ്യുന്ന സ്നാപ്ഡ്രാഗണിന്റെ ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് ഇപ്രാവശ്യം എനിക്കൊന്ന് സ്നാപ്ഡ്രാഗണിന്റെ ചിപ്സെറ്റ് തന്നെയായിരിക്കും അവർ ഇപ്രാവശ്യം ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ അത് തന്നെയല്ല ഈ സ്മാർട്ട് ഫോണിന്റെ ഗീക്ക് ബെഞ്ച് സ്കോർ ഒക്കെ ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിന്റെ ചില സ്പെസിഫിക്കേഷൻ ലീക്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ GPU പറ്റി. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന GPU ADRENO 642 ആണ്. ഇപ്പോൾ 642 ആയതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, നല്ല ഗ്രാഫിക്സും FPS ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് വേറെ സംഭവം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്മാർട്ട് ഫോണിന്റെ ഗീക്ക് ബെഞ്ച് സ്കോർ ഒക്കെ കണ്ടതോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സ്മാർട്ട് ഫോൺ അത് സ്നാപ്ഡ്രാഗൺ 778Gയുടെ ചിപ്സെറ്റുമായിട്ടായിരിക്കും ഇത് വരാൻ പോകുന്നത്. ഇത് 5G ചിപ്സെറ്റ് ആണെന്നും പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ മോഡം യൂസ് ചെയ്തിരിക്കുന്നത് ക്വാൽകോമിന്റെ ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ക്വാൽകോമിന്റെ X53 മോഡമാണ് യൂസ് ചെയ്തിരിക്കുന്നത് പറയുന്നുണ്ട്. പിന്നെ ഇത് 6nm ബേസ്ഡും കൂടെയാണ് ഈ ചിപ്സെറ്റ്. നമുക്ക് പറയാൻ നല്ല ചിപ്സെറ്റ് തന്നെയാണ്. സ്നാപ്ഡ്രാഗൺ 778 5G ചിപ്സെറ്റ് പ്ലസ് 5G ആണ്.
അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും ചിപ്സെറ്റിനകത്തൊക്കെ. അപ്പോൾ ചിപ്സെറ്റ് നല്ല തന്നെയാണ്. പിന്നെ 1 UI ഒപ്റ്റിമൈസേഷൻ നിങ്ങൾക്കറിയാം, അതും നല്ല തന്നെയാണ്. പിന്നെ ഈ ഫോൺ വരാൻ പോകുന്ന ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 1 UI 3.1 ഇത് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും നല്ല സംഭവങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നെക്സ്റ്റ് സെക്യൂരിറ്റിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് നോക്ക് സെക്യൂരിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ സാംസങ് ഫോൺ ആയിട്ട് നല്ല സംഭവം തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതും നല്ല സംഭവം തന്നെയാണ്. ചിലവർക്കൊക്കെ അത് ഇഷ്ടപ്പെടുമായിരിക്കും, മിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നത് ഇൻ ഡിസ്പ്ലേ ആവും. പക്ഷേ ഇതിനകത്ത് പറയുന്നത് ഇൻ ഡിസ്പ്ലേ ഉണ്ടാവില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നോക്കാം എന്താണ്. A സീരീസ് ഫോണിനകത്താണെന്ന് തോന്നുന്നു കൂടുതലും ഇൻ ഡിസ്പ്ലേ ഒക്കെ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ M സീരീസ് സൈഡ് മൗണ്ടഡ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നോക്കാം എന്താവുന്നത്. പക്ഷേ M സീരീസ് സ്മാർട്ട് ഫോൺസിന്റെ മെയിൻ പ്രത്യേകത അവരുടെ ബാറ്ററി ബാക്കപ്പ് ആണ്. ഇതിനാണെന്ന് നമുക്ക് പറയാൻ പറ്റും പലരൊക്കെ M സീരീസ് സ്മാർട്ട് ഫോൺ ആക്കുന്നത്. പിന്നെ അവരുടെ പ്രൈസിങ്ങും ഒക്കെ. അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് M51 കിട്ടിക്കൊണ്ടിരുന്നത് 7000 mAh ബാറ്ററി ബാക്കപ്പിലൂടെയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സ് എങ്ങാണ്ട് വരുന്നുണ്ടായിരുന്നു. ആ സംഭവം സ്ലോ ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ 7000 mAh ഒരു വലിയ തന്നെ ഒരു എമൗണ്ട് ആണ്. 1 UI ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളാണ് നിങ്ങൾക്ക് 1-2 ദിവസത്തെ ബാറ്ററി ബാക്ക് വരെ നിങ്ങൾക്കൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ M52 ഇതിനകത്ത് 7000 ഉണ്ടാവുമോ ഇല്ലെന്ന്. ഇപ്രാവശ്യം റൂമേഴ്സിനകത്ത് വരുന്നത് ഈ സ്മാർട്ട് ഫോണിനകത്ത് 5000 mAh ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. 7000 ഒന്നുമല്ല. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നു വെയിറ്റിന്റെ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർ കൂടുതൽ ബാറ്ററി ഒക്കെ അവർ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാറ്ററി സൈസ് വരുന്നതാകുമ്പോൾ അതിന്റെ വെയിറ്റ് കൂടും. അപ്പോൾ ഫോണിന്റെ ഒക്കെ വെയിറ്റ് കൂടും. അപ്പോൾ അതേ സംഭവം M51 നടന്നു, ഫോണിന്റെ വെയിറ്റ് കൂടുതലായിരുന്നു. അതുകൊണ്ട് പലരൊക്കെ കംപ്ലൈന്റ് ചെയ്തു. അപ്പോൾ 5000 ഒക്കെ ആയിട്ട് തന്നെയായിരിക്കും ഈ സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. അഥവാ 5000 ആയാലും നമുക്ക് അവന് നല്ല തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. നല്ല ബാറ്ററി ബാക്കപ്പ് തന്നെയായിരിക്കും ഈ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടാൻ പോകുന്നത്. പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നും പറയേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഇതൊക്കെ തന്നെയാണ് ബാറ്ററിയെ പറ്റി. പിന്നെ ചാർജറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ബോക്സിൽ റൂമേഴ്സിൽ വരുന്നത് 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറിലൂടെ ആയിരിക്കും ബോക്സിൽ വരാൻ പോകുന്നത്. ഇതൊക്കെ തന്നെയായിരുന്നു എല്ലാ സംഭവങ്ങളൊക്കെ M52 പറ്റി. അപ്പോൾ നെക്സ്റ്റ് കാര്യത്തിലോട്ട് പോവുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് എന്നാണെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഓഗസ്റ്റ് മാസത്തിലാവുന്നത്. പിന്നെ ഗൂഗിളിനകത്തൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പറയുന്നുണ്ട് ഓഗസ്റ്റ് 12 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ആകുന്നത്. എനിക്കൊന്നും കറക്റ്റ് ആയിട്ടൊന്നും അറിയത്തില്ല. പക്ഷേ റൂമേഴ്സ് ഒക്കെ വരുന്ന ഓഗസ്റ്റ് 12 ആകുമ്പോഴാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഒക്കെ ആകാൻ പോകുന്നത്. ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ആകാൻ പോകുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് M51 ലോഞ്ച് ചെയ്തത്. അപ്പോൾ നോക്കാം എന്താണ് ഓഗസ്റ്റ് മാസത്ത്. അപ്പോൾ അവസാനമായിട്ട് ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് 22,000 രൂപ ആയിട്ട് 25,000 രൂപ വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ചിലപ്പോൾ 25,000 രൂപയുടെ മേളിൽ വരെ ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ് പോയേക്കാം. ഒന്നും തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 25K തന്നെയായിരിക്കും ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ് ഒക്കെ ബേസ് വേരിയന്റ് ഒക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ റൂമേഴ്സ് പറയുന്നത് 22K 25K നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുള്ളായിരുന്നു എനിക്ക് പറയാൻ പ്രൈസിങ്ങിനെ പറ്റി. അപ്പോൾ ഓവറോൾ എനിക്ക് പറയാനുള്ളത് M52 ഒരു നല്ല സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇവരുടെ സ്പെക്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയ ലീക്സ് ആൻഡ് റൂമേഴ്സ് വെച്ച് നോക്കുമ്പം ഇപ്പോൾ സാംസങ് ഇപ്പോൾ പതുക്കെ മിഡ് റേഞ്ചിന്റെ മൈതാനത്തിലോട്ടൊക്കെ വരുവാണ്. അപ്പോൾ നോക്കാം എന്താണ് ഷോമിയും റിയൽമിയും ഒക്കെ തോപ്പിക്കുകയാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നോൺ ചൈനീസ് ആണ്, ബ്രാൻഡ് വാല്യൂ ഉണ്ട്, നോക്ക് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ അവരുടെ ക്യാമറാസ്, ഡിസ്പ്ലേ ഇതൊന്നും വേറെ സ്മാർട്ട് ഫോണിനകത്ത് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. ആ ഒരു സംഭവം കൂടെ ഉണ്ട് സാംസങ് ഫോണിനകത്ത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ട് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.